നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടാകാം. നമ്മുടെ ഫാമിലിയിലും സുഹൃത്ത് വലയങ്ങളിലുമെല്ലാം പെട്ടവരായിരിക്കാം ഇവർ. ഇവർക്ക് യഥാർത്ഥത്തിൽ നമ്മളെ ഇഷ്ടമുള്ളവരാണോ അതല്ല നമ്മളെ ഇഷ്ടമില്ലാതെ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുകയാണോ? നോക്കാം നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ ചില ലക്ഷണങ്ങൾ. ഒന്നാമത്തെ ലക്ഷണം, നമ്മളെ യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ അവരുമായി ഇടപഴകേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ ഇവർ വളരെയധികം അസ്വസ്ഥരാകും എന്നതാണ്. അതായത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന മട്ടിലായിരിക്കും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്. വേറെ എന്തോ അത്യാവശ്യ കാര്യം ചെയ്യാനുള്ളത് പോലെയൊക്കെ അവർ കാണിച്ചു കൂട്ടും. രണ്ടാമത്തെ ലക്ഷണം, നമ്മളെ വെറുക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യും അഥവാ താഴ്ത്തിക്കെട്ടി സംസാരിക്കും എന്നതാണ്. അതായത് കളിയാക്കി ചിരിക്കും എന്നതാണ്. മൂന്നാമത്തെ ഒരു ലക്ഷണം, നമ്മോട് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മോട് കടുത്ത അസൂയ ഉണ്ടാകും എന്നതാണ്. അതായത് നമ്മുടെ ഒരു നേട്ടവും അവർക്ക് തീരെ സഹിക്കാൻ കഴിയില്ല എന്നതാണ്. എല്ലാവരും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തിയിട്ട് പോകും. നാലാമത്തെ ഒരു ലക്ഷണം, നമ്മളെ ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും നമ്മുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ താല്പര്യം കാണിക്കില്ല. നമ്മെ കണ്ടാൽ അവർ കാണാത്ത പോലെ നടക്കും. നമ്മുടെ മുഖത്ത് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു ക്രൂരമായ തുറിച്ചു നോട്ടമായിരിക്കും ഫലം. അഞ്ചാമത്തെ ഒരു ലക്ഷണം, ഇനിയെങ്ങാനും നമ്മളോടവർ സംസാരിക്കാൻ വരികയാണെങ്കിൽ അതൊരു തർക്കമായിരിക്കും എന്നതാണ്. നമ്മെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ആറാമത്തെ ലക്ഷണം, നിങ്ങളെക്കുറിച്ച് അപരാധം അഥവാ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് സംസാരിക്കും എന്നതാണ്. ഏഴാമത്തെ ഒരു കാര്യം, നിങ്ങളെ ഇഷ്ടമില്ലാത്ത വ്യക്തി ഒരു കാര്യത്തിനും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയില്ല എന്നതാണ്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റെസ്പെക്റ്റും നൽകുകയില്ല എന്നത് തന്നെ. ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കുക. ചില വൈകാരിക കാരണങ്ങളാൽ ഒരു ദിവസമോ 2 ദിവസമോ ഇങ്ങനെയൊക്കെ കണ്ടെന്നു വരാം. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരേ മൂഡ് ആയിക്കൊള്ളണമെന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.